Hi dear students, നമ്മൾ അടുത്തതായിട്ട് കിങ്ഡം ഫഞ്ച് എന്ന ഗ്രൂപ്പിൻ്റെ ചില അഡീഷണൽ കണ്ടൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. As you know, the topic we have already been discussed. നിങ്ങൾക്കറിയാം നമ്മൾ കിങ്ഡം ഫഞ്ച് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതിലെ ചില അഡീഷണൽ കണ്ടന്റുകളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിറ്റാഗോറസ് ഫൈവ് കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കിങ്ഡമാണ് കിങ്ഡം ഫഞ്ച് അല്ലേ. ഫംഗസിനെ കുറിച്ച് പഠിക്കുന്ന ബയോളജിയിലെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് മൈക്കോളജി. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഫഞ്ച്. ഫംഗസിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചാണ് മൈക്കോളജി. എ ഫേമസ് സയൻറ്റിസ്റ്റ്, ഹിസ് നെയിം പി ആന്റോണിയോ മൈക്കലി, ഹി ഈസ് കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് മൈക്കോളജി. മൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് പി ആന്റോണിയോ മൈക്കലി എന്ന സയൻറ്റിസ്റ്റ് ആണ്. He described the fungi in his book Nova Plantarum Genera. അദ്ദേഹം ഫംഗസിനെ ഡിസ്ക്രൈബ് ചെയ്ത ബുക്കിൻ്റെ പേരാണ് നോവ പ്ലാന്റേറം ജെനറ. ഫംഗസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്കറിയാം. ക്ലോറോഫിൽ ലെസ് ഓർഗാനിസംസ് ആണ് അല്ലേ. സം ഓഫ് ദം ആർ പാരസൈറ്റ്സ്, സം അതേഴ്സ് ആർ സാപ്രോഫൈറ്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഹെറ്ററോട്രോപിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് കാണിക്കുന്നത്. ഫംഗസിൻ്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന ലോങ് സ്ലെൻഡർ സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേര് ഹൈഫേ എന്നാണ്. നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ വി കൻ കോൾ ഇറ്റ് as മൈസീലിയം. നമ്മൾ പഠിച്ചതാണ്. മൈസീലിയം ഇറ്റ് മേ ബി എയ്തർ സെപ്റ്റേറ്റ് ഓർ എസെപ്റ്റേറ്റ്. ഓർമ്മയുണ്ടോ സെപ്റ്റേറ്റും എസെപ്റ്റേറ്റും? സെപ്റ്റേറ്റ് മീൻസ് ഹൈഫയുടെ ഇടയിൽ, അതായത് ഹൈഫയിൽ ഇതുപോലെ സെപ്റ്റ ഉണ്ടെങ്കിൽ അത് സെപ്റ്റേറ്റ് ഹൈഫയാണ്. സെപ്റ്റ ഇല്ല എങ്കിൽ അത് എസെപ്റ്റേറ്റ് ഹൈഫയാണ്. എസെപ്റ്റേറ്റ് ഹൈഫയ്ക്ക് നമ്മൾ മറ്റൊരു പേര് വിളിക്കാറുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് സീനോസൈറ്റിക് ഹൈഫേ. എന്താ വിളിക്കുക? സീനോസൈറ്റിക് ഹൈഫേ. Now we have to discuss in detail about the reproduction in fungi. ഫംഗസിൻ്റെ റീപ്രൊഡക്ഷൻ നിങ്ങൾക്കറിയാം. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്, എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, അതുപോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ യു ആർ വെരി ഫെമിലിയർ. ഫ്രാഗ്മെൻറ്റേഷൻ നിങ്ങൾക്കറിയാവുന്നതാണ്. ഫ്രാഗ്മെൻറ്റേഷൻ, അതുപോലെ തന്നെ ബഡ്ഡിങ്, ഈസ്റ്റിലൊക്കെ നടക്കുന്നത് ബഡ്ഡിങ് ആണ്. ഓക്കെ, ഈസ്റ്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം അല്ലേ. ഇറ്റ്സ് എ യൂണിസെല്ലുലാർ ഫംഗസ്. ഫംഗസിൻ്റെ ഈ ഒരു വിഭാഗത്തിൽ വരുന്ന എല്ലാം കൂടുതലും മൾട്ടി സെല്ലുലാർ ആണ്. കുറച്ച് എക്സെപ്ഷൻസ് ആണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് യൂണിസെല്ലുലാർ ഫംഗി ഈസ് ദ ഈസ്റ്റ്. ഈസ്റ്റിൽ നടക്കുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബഡ്ഡിങ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സെഷനിൽ എസെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആസ് യു നോ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിലും എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിലും ഫംഗസുകൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്പോറുകൾ മുഖേനയാണ് എന്ന് നിങ്ങൾക്കറിയാം അല്ലേ. ദേ ക്യാൻ റീപ്രൊഡ്യൂസ് ബൈ മീൻസ് ഓഫ് സ്പോർസ്. സോ എന്താണ് എസെക്ഷൽ സ്പോറുകളും സെക്ഷൽ സ്പോറുകളും തമ്മിലുള്ള ഡിഫറൻസ്? എസെക്ഷൽ സ്പോറുകൾ അതിൻ്റെ ഹൈഫയിൽ നിന്നും ഡെവലപ്പ് ചെയ്യുകയും വിത്തൗട്ട് ദ പ്രോസസ് ഓഫ് ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ എന്ന പ്രോസസ് ഇല്ലാതെ നടക്കുന്ന അല്ലെങ്കിൽ ഫോം ചെയ്യുന്ന സ്പോറുകളാണ് എസെക്ഷൽ സ്പോറുകൾ. എന്നാൽ ഫെർട്ടിലൈസേഷൻ നടന്ന് അല്ലേ സൈഗോട്ട് ഫോം ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന സ്പോറുകളാണ് സെക്ഷൽ സ്പോറുകൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് ചില പ്രധാനപ്പെട്ട എസെക്ഷൽ സ്പോറുകളാണ്. ഫംഗസിൽ ഫോം ചെയ്യുന്ന എസെക്ഷൽ സ്പോറുകൾ. ഓക്കെ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്പോർസ് യു ക്യാൻ സീ ഹിയർ: സൂസ്പോസ്, കൊണീഡിയ, സ്പൊറാഞ്ചിയോസ്പോസ്, ക്ലെമിഡോസ്പോസ്, ഒയിഡിയോസ്പോസ്. ഇതെല്ലാം എസെക്ഷൽ സ്പോറുകളാണ്. എന്നാൽ നമുക്ക് പഠിച്ചിട്ടുണ്ട് ആസ്കോസ്പോസ്, ബസിഡിയോസ്പോസ്. ഓർക്കുന്നില്ലേ? ഇവരൊക്കെ എന്താണ്? സെക്ഷൽ സ്പോറുകളാണ്. അപ്പോൾ ഇതെല്ലാം എസെക്ഷൽ സ്പോറാണ്. ബസിഡിയോസ്പോസും ആസ്കോസ്പോസും ഒക്കെ സെക്ഷൽ സ്പോറുകളാണ്. നമുക്ക് ഈ ഒരു എസെക്ഷൽ സ്പോറിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഔട്ട്ലൈൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് സൂസ്പോസ്. സൂസ്പോസ് എന്ന് പറയുന്നത് നേക്കഡ് സ്പോറുകളാണ്, മോട്ടൈലാണ്. ദാറ്റ് മീൻസ് ദർ ഹാവിങ് ഫ്ലജെല്ലം, ഫ്ലജെല്ലേറ്റഡ് ആണ്. ഓക്കെ, ഇത് ആക്ച്വലി ഫോം ചെയ്യുന്നത് സ്പെഷ്യലൈസ്ഡ് സാക്ക് ലൈക്ക് സ്ട്രക്ചറിനകത്താണ്. സോ ഇറ്റ് ഈസ് കോൾഡ് സൂസ്പൊറാഞ്ചിയം. സൂസ്പൊറാഞ്ചിയം എന്ന സ്ട്രക്ചറിനകത്താണ് സൂസ്പോറുകൾ ഫോം ചെയ്യുന്നത്. ഫ്ലജെല്ലേറ്റഡ് ആണ്, മോട്ടൈലാണ്.
The type of spores are formed endogenously എന്ന് പറഞ്ഞാൽ സ്പൊറാഞ്ചിയത്തിന് അകത്താണ് സൂസ്പോറുകൾ ഫോം ചെയ്യുന്നത്. എന്നാൽ സെക്കൻഡ് വൺ ഈസ് കോൾഡ് കൊണീഡിയ. കൊണീഡിയ ഒക്കെ പറയുമ്പോൾ നമ്മൾ ഏറ്റവും ബെറ്റർ എക്സാമ്പിൾ പറയുന്നത് പെൻസിലിയമാണ്. നിങ്ങൾക്കറിയാം പെൻസിലിയം അല്ലേ? പെൻസിലിയം നൊട്ടേറ്റം എന്ന ഫംഗസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഈ പെൻസിലിയത്തിൻ്റെ ഒക്കെ ഒരു സ്പെഷ്യലൈസ്ഡ് ഹൈഫയിൽ ഇതുപോലെയുള്ള നോൺ മോട്ടൈൽ സ്പോറുകൾ ഫോം ചെയ്യാറുണ്ട്. കെൻ യു സീ? നോൺ മോട്ടൈൽ സ്പോറുകളാണ് കൊണീഡിയ. അത് ഫോം ചെയ്യുന്നത് എൻഡോജീനസിലി അല്ല, പിന്നെ എക്സോജീനസിലി ആണ്. That means the spores are actually formed at the tip of a specialized hyphae. ചില പ്രത്യേക ഹൈഫകളുടെ ടിപ്പിൽ ഫോം ചെയ്യുന്ന ഇത്തരം സ്പോറുകൾ കൊണീഡിയകളാണ്. ഇത് എക്സോജീനസിലാണ് ഫോം ചെയ്യുന്നത്. ഒരിക്കലും ഒരു സ്പൊറാഞ്ചിയയ്ക്ക് അകത്തല്ല ഫോം ചെയ്യുന്നത്. അത് സ്പൊറാഞ്ചിയം എന്ന സ്ട്രക്ചർ ഇല്ല അവിടെ. പലപ്പോഴും അവിടെ ഫോം ചെയ്യുന്നത് ഹൈഫകളുടെ ടിപ്പിലാണ്. ഇത്തരത്തിലുള്ള ആ ഒരു പ്രത്യേക ഹൈഫയ്ക്ക് നമ്മളൊരു പേര് വിളിക്കാറുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് കൊണീഡിയോഫോർ. എന്താ വിളിക്കുക? കൊണീഡിയോഫോർ എന്ന് വിളിക്കും. കൊണീഡിയോഫോർ. കൊണീഡിയോഫോറിന്റെ ടിപ്പില് എക്സോജീനസിലി ഫോം ചെയ്യുന്ന എസെക്ഷൽ സ്പോറുകളാണ് കുട്ടികളെ കൊണീഡിയ എന്ന് പറയുന്നത്. ബെറ്റർ എക്സാമ്പിൾ പെൻസിലിയം. ഓക്കെ. തേർഡ് വൺ ഈസ് കോൾഡ് സ്പൊറാഞ്ചിയോസ്പോസ്. സ്പൊറാഞ്ചിയോസ്പോസും നോൺ മോട്ടൈലാണ്, പക്ഷേ അത് എൻഡോജീനസിലാണ് ഫോം ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം റൈസോപ്പസ്, അതുപോലെ മ്യൂക്കർ തുടങ്ങിയ ഫംഗസുകളിലൊക്കെ ഇത്തരം സ്പൊറാഞ്ചിയോസ്പോറുകൾ ഫോം ചെയ്യുന്നത് സ്പൊറാഞ്ചിയക്കകത്താണ് അല്ലെ? അത് എൻഡോജീനസിലി ഫോം ചെയ്യുന്നവരാണ്, പക്ഷേ നോൺ മോട്ടൈലാണ്. ഇത്തരത്തിലുള്ള നോൺ മോട്ടൈൽ എൻഡോജീനസിലി ഫോംഡ് സ്പോറുകൾക്ക് വിളിക്കുന്ന പേരാ കുട്ടികളെ സ്പൊറാഞ്ചിയോസ്പോസ്. ക്ലിയർ? The fourth one is called chlamydospores. Chlamydospores എന്ന് പറഞ്ഞാൽ they are actually highly resistant സ്പോറുകളാണ് with the presence of a thick walled സ്ട്രക്ചർ. അതായത് നല്ല തിക്ക് വോളുള്ള ഹൈലി റെസിസ്റ്റന്റ് സ്പോറുകളാണ് ക്ലാമിഡോസ്പോസ്. ഇത് എപ്പോഴാണ് ഫോം ചെയ്യുന്നത് അറിയാമോ? ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻ. അതായത് പ്രതികൂലമായ സാഹചര്യങ്ങളെ തരണം ചെയ്യുന്നതിന് വേണ്ടി ഫോം ചെയ്യുന്ന തിക്ക് വോൾഡ് റെസിസ്റ്റന്റ് സ്പോറുകൾക്ക് വിളിക്കുന്ന പേരാണ് ക്ലാമിഡോസ്പോസ്. ബെറ്റർ എക്സാമ്പിൾ മ്യൂക്കർ, അതുപോലെ മറ്റൊരു ഫംഗസ് ആണ് ഫിസേരിയം. ഇവിടെയൊക്കെ ഫോം ചെയ്യുന്നത് ക്ലാമിഡോസ്പോറുകളാണ്. അവസാനത്തെ ഒരു എസെക്ഷൽ സ്പോറിന്റെ പേരാണ് ഒയിഡിയ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒയിഡിയോസ്പോസ്. ഒയിഡിയോസ്പോസിന്റെ പ്രത്യേകത പറയുന്നത് അതൊരു സ്പൊറാഞ്ചിയത്തിനകത്തല്ല ഫോം ചെയ്യുന്നത്. പലപ്പോഴും ഹൈഫകൾ സെഗ്മെന്റേഷൻ നടന്നാണ് ഇത്തരം സ്പോറുകൾ ഫോം ചെയ്യുന്നത്. ഹൈഫകൾ മുറിഞ്ഞു മാറി ചെറിയ ഈസ്റ്റ് ലൈക്ക് സെൽസ് പോലെയുള്ള സ്പോറുകൾ ഫോം ചെയ്യും. അത്തരത്തിലുള്ള സ്പോറുകൾക്ക് വിളിക്കുന്ന പേരാണ് ഒയിഡിയ. ഇത് റൗണ്ടഡ് അല്ലെങ്കിൽ ഓവൽ സ്ട്രക്ചേഴ്സ് ആയിരിക്കും വിത്ത് പ്രസൻസ് ഓഫ് എ തിൻ വോൾ. വളരെ കട്ടി കുറഞ്ഞ വോൾ ആയിരിക്കും. ഇത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, ബിക്കോസ് ഓഫ് ദി സെഗ്മെന്റേഷൻ ഓഫ് ദ ഹൈഫേ. ഹൈഫകൾ സെഗ്മെന്റേഷൻ നടന്നിട്ടായിരിക്കും ഇത് ഫോം ചെയ്യുന്നത്. പ്രത്യേകം ഒരു സ്പൊറാഞ്ചിയക്കകത്തൊന്നും അല്ല ഫോം ചെയ്യുന്നത്. ഇത്തരം ഫംഗസുകളുടെ ഹൈഫകൾ തന്നെ സെഗ്മെന്റേഷൻ നടന്ന് ഫോം ചെയ്യുന്ന ഓവൽ ഓർ റൗണ്ടഡ് സ്പോറുകൾക്ക് വിളിക്കുന്ന പേരാണ് ഒയിഡിയ. ബെറ്റർ എക്സാമ്പിൾ എറിസിഫെ. എറിസിഫെ എന്ന എന്ന ഫംഗസിൽ ഫോം ചെയ്യുന്നത് ആക്ച്വലി ഒയിഡിയോസ്പോസ് ആണ്. ഓക്കെ കുട്ടികളെ, ഇത്രയുമാണ് എനിക്ക് ആക്ച്വലി ഈ എസെക്ഷൽ സ്പോറുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. എസെക്ഷൽ സ്പോറുകൾ. നൗ ലെറ്റ് മീ ഡിസ്കസ് അബൌട്ട് ദ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നിങ്ങൾക്കറിയാം. സെക്ഷൽ സ്പോറുകളാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഒരു ഫംഗസിൽ സെക്ഷൽ സ്പോറുകൾ ഫോം ചെയ്യുന്നത് പ്രധാനമായിട്ടും 3 സ്റ്റെപ്പുകളിലാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഏതൊക്കെയാണ് 3 സ്റ്റെപ്പുകൾ? പ്ലാസ്മോഗമി, കാരിയോഗമി, മിയോസിസ്. ഡു യു റിമെമ്പർ? എന്തായിരുന്നു പ്ലാസ്മോഗമി എന്ന് പറഞ്ഞാൽ? പ്ലാസ്മോഗമി 2 ഗമീറ്റുകൾ അല്ലെ? ഈ 2 ഗമീറ്റുകളുടെ സൈറ്റോപ്ലാസം തമ്മിൽ ഫ്യൂസ് ചെയ്ത് അതൊരു സിംഗിൾ സെല്ലാകുന്ന പ്രോസസ്സാണ് പ്ലാസ്മോഗമി. പ്ലാസ്മോഗമി കഴിയുമ്പോഴേക്ക് നിങ്ങൾക്കറിയാം ഈ 2 ന്യൂക്ലിയസും ഒരു സെല്ല് കാണപ്പെടും. ഈ ഒരു കണ്ടീഷൻ നമ്മൾ വിളിച്ച പേരെന്തായിരുന്നു?
ഡൈകാരിയോൺ അല്ലെ, ഡൈകാരിയോ ഫേസ്. ഒരു സെല്ലില് 2 ന്യൂക്ലിയസ്. സെക്കൻഡ് ഫേസ് കാരിയോഗമി. എന്താ കാരിയോഗമി? ഈ 2 ന്യൂക്ലിയസുകൾ ഫ്യൂസ് ചെയ്ത് ഒരു സിംഗിൾ ന്യൂക്ലിയസ് ആയി മാറും. ഈ ഒരു സ്റ്റേജ് ആണ് കാരിയോഗമി. ഇപ്പോൾ 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയസുകൾ 2 ഹാപ്ലോയിഡ് ഗമീറ്റുകൾ ഫ്യൂസ് ചെയ്ത് ഒരു ഡിപ്ലോയിഡ് സെല്ല് ഫോം ചെയ്തു. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കൂ, മിയോസിസ്. ഈ ഡിപ്ലോയിഡ് സെല്ല് ഇറ്റ് അണ്ടർഗോസ് റിഡക്ഷൻ ഡിവിഷൻ ടു പ്രൊഡ്യൂസ് ഹാപ്ലോയിഡ് സ്പോർസ്. ഇങ്ങനെയാണ് സെക്ഷൽ സ്പോറുകൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൽ സ്പോറുകൾ ഫോം ചെയ്യുക അല്ലെങ്കിൽ ഫംഗസുകളിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് 3 സ്റ്റെപ്പിലാ കുട്ടികളെ. പ്ലാസ്മോഗമി, കാരിയോഗമി, മിയോസിസ്. ഓക്കെ, നമുക്ക് നോക്കാം. ഈ പ്ലാസ്മോഗമിയും കാരിയോഗമിയും മിയോസിസും ഒക്കെ പല രീതിയിൽ നടക്കുന്നുണ്ട് ഫംഗസുകളിൽ. ഞാനിവിടെ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ഗമിറ്റാൻജിയൽ കോണ്ടാക്ട്. Second one is called gamitangial copulation and third one is called somatogamy. Okay, somatogamy. First one, gamitangial contact. എന്താണ് ഈ ഗമിറ്റാൻജിയൽ കോണ്ടാക്ട്? ഇവിടെ 2 ഗമിറ്റാൻജിയം ഉണ്ടാവും. എന്താണ് ഗമിറ്റാൻജിയം? ഞാനിവിടെ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഇത് 2 ടൈപ്പ് അല്ലെങ്കിൽ 2 ഫംഗസിന്റെ ഹൈഫയാണ്. ഓക്കെ, അവരുടെ ഗമിറ്റാൻജിയം ആണ് ഈ കാണുന്നത്. ഗമിറ്റാൻജിയം മീൻസ് ഗമീറ്റ് പ്രൊഡ്യൂസിങ് സ്ട്രക്ചേഴ്സ് ആണ് ഗമിറ്റാൻജിയം എന്ന് പറയപ്പെടുന്നത്. അതിൽ മെയിൽ ഗമിറ്റാൻജിയത്തിൽ നമ്മൾ ആന്ത്രീഡിയം എന്നും ഫീമെയിൽ ഗമിറ്റാൻജിയത്തിൽ നമ്മൾ ഊഗോണിയം എന്നുമാണ് വിളിക്കുന്നത്. ഈ 2 ഗമിറ്റാൻജിയം തമ്മിൽ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഇടയിൽ ഒരു ഫെർട്ടിലൈസേഷൻ ട്യൂബ് ഫോം ചെയ്യുകയും അതിനുശേഷം ഒരു ഹൈഫയിൽ നിന്ന് ഒരു ഗമിറ്റാൻജിയിൽ നിന്ന് ദ എൻറ്റയർ കണ്ടന്റ് ഷുഡ് ബി ട്രാൻസ്ഫർഡ് ടു ദി അനദർ ഗമിറ്റാൻജിയം. ഈ ഫെർട്ടിലൈസേഷൻ ട്യൂബിലൂടെ ഒരു ഗമിറ്റാൻജിയത്തിലുള്ള കണ്ടന്റ് തൊട്ടടുത്ത ഗമിറ്റാൻജിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിനുശേഷം നിങ്ങൾക്കറിയാം ഈ 2 ഗമിറ്റാൻജിയത്തിന്റെയും ന്യൂക്ലിയസ് തമ്മിൽ ആദ്യം അതിന്റെ സൈറ്റോപ്ലാസം തമ്മിൽ ഫ്യൂസ് ചെയ്യും. അതിനുശേഷം അതിന്റെ ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ചെയ്യും. അതിനുശേഷം ഡിപ്ലോയിഡ് സെല്ലാകും. അവിടെ മിയോസിസ് നടക്കും. അത്തരത്തിൽ ഫോം ചെയ്യുന്ന സ്പോറുകളാണ് സെക്ഷൽ സ്പോറുകൾ എന്ന് പറയുന്നത്. ഇതാണ് ഗമിറ്റാൻജിയൽ കോണ്ടാക്ട് എന്ന് പറയുന്നത്. ജസ്റ്റ് അവിടെ ഗമിറ്റാൻജിയം തമ്മിൽ കോണ്ടാക്ട് ചെയ്യും. അവരുടെ ഇടയിൽ ഒരു ഫെർട്ടിലൈസേഷൻ ട്യൂബ് ഫോം ചെയ്യും. ഓക്കെ, ഈ ഫെർട്ടിലൈസേഷൻ ട്യൂബിലൂടെ ഒരു ഗമിറ്റാൻജിയം അതിന്റെ മുഴുവൻ കണ്ടന്റിനെയും തൊട്ടടുത്ത ഗമിറ്റാൻജിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് ഗമിറ്റാൻജിയൽ കോണ്ടാക്ട്. നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് ഗമിറ്റാൻജിയൽ കോപ്പുലേഷൻ. ഗമിറ്റാൻജിയൽ കോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡയറക്റ്റ് ഫ്യൂഷൻ ഓഫ് 2 ഗമിറ്റാൻജിയം. ഓക്കെ, ഒരു മെയിൽ ഗമിറ്റാൻജിയം അല്ലെങ്കിൽ ഫിമെയിൽ ഗമിറ്റാൻജിയം, ആന്ത്രിഡിയം ആൻഡ് ഊഗോണിയം, ഇവ പരസ്പരം ഒരുമിച്ച് വരികയും അവരുടെ ഗമിറ്റാൻജിയം തമ്മിൽ എന്ത് ചെയ്യണം? ഫ്യൂസ് ചെയ്യുകയാണ്. അതായത് ഡയറക്റ്റ് ഫ്യൂഷൻ ഓഫ് 2 ഗമിറ്റാൻജിയം. കണ്ടില്ലേ, ഇത് 2 ഗമിറ്റാൻജിയമാണ്. ഈ 2 ഗമിറ്റാൻജിയം തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. As a result, the plasmogamy, karyogamy and meiosis will occur that leads to the formation of spores. Better examples are Rhizopus, അതുപോലെ മ്യൂക്കർ. ഇത്തരം ഫംഗസുകളിലൊക്കെ നടക്കുന്ന ഗമിറ്റാൻജിയൽ കോപ്പുലേഷൻ ആണ്. ഗമിറ്റാൻജിയൽ കോണ്ടാക്ട് നടക്കുന്ന ഒരു ഫംഗസ് ആണ് അൽബുഗോ. നമ്മൾ പഠിച്ചാണ് അൽബുഗോ. ഈ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ലാസ്റ്റ് വൺ ഈസ് കോൾഡ് സൊമാറ്റോഗമി. സൊമാറ്റോഗമി എന്താണെന്ന് ചോദിച്ചാൽ ചില ടൈപ്പ് ഫംഗസുകളിൽ ഇത്തരം ഗമിറ്റാൻജിയം ഫോം ചെയ്യില്ല. ഓക്കെ, ഇത്തരം ഗമിറ്റാൻജിയൽ ഫോർമേഷൻ നടക്കാത്ത ഫംഗസുകളിൽ 2 വെജിറ്റേറ്റീവ് ഹൈഫേ ഇറ്റ് അണ്ടർഗോസ് ഫ്യൂസ്. 2 നോർമൽ വെജിറ്റേറ്റീവ് ഹൈഫകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? ഫ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഫ്യൂസ് ചെയ്ത് ഒരു ഡൈകാരിയോ ഫേസ് ഫോം ചെയ്യുന്നു. അതിനുശേഷം കാരിയോഗമിയും മിയോസിസും നടക്കുന്നു. ഇത്തരത്തിൽ 3 രീതിയിലാണ് പലപ്പോഴും ഫംഗസുകളിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഏതൊക്കെ കുട്ടികളെ? ഗമിറ്റാൻജിയൽ കോണ്ടാക്ട്, ഗമിറ്റാൻജിയൽ കോപ്പുലേഷൻ ആൻഡ് സൊമാറ്റോഗമി. സൊമാറ്റോഗമിക്ക് ബെറ്റർ എക്സാമ്പിൾ ആണ് അസ്റ്റിലാഗോ. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് കിങ്ഡം ഫഞ്ചിയുടെ എസെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഫഞ്ചി.
ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫഞ്ചെ എന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി നമ്മൾ കിങ്ഡം ഫഞ്ചയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും അതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസിഫിക്കേഷനും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് അഡീഷണൽ കോൺസെപ്റ്റുകൾ മാത്രമാണ് ഞാൻ ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, യു ആർ വെരി ഫെമിലിയർ. ദ കിങ്ഡം ഫഞ്ചെ ഹാവ് ബീൻ ക്ലാസിഫൈഡ് ഇൻ ടു 4 different classes based on certain characteristic features. എന്തൊക്കെയായിരുന്നു? Based on the morphology of mycelium, ഓർക്കുന്നുണ്ടോ? Mode of nutrition, mode of reproduction. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കിങ്ഡം ഫഞ്ചെ had been classified into 4 different classes. ഏതൊക്കെയാണ്? ഫൈക്കോമൈസീഡ്സ്, ആസ്കോമൈസീഡ്സ്, ബസിഡിയോമൈസീഡ്സ് ആൻഡ് ഡ്യൂട്ടറോമൈസീഡ്സ്. ഓക്കെ, നമ്മൾ ഇവരുടെ നോർമൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഞാൻ അഡീഷണൽ കണ്ടന്റാണ് പറയാൻ പോകുന്നത്, ശ്രദ്ധിക്കുക. ഫൈക്കോമൈസീഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ഗ്രൂപ്പിൽ വരുന്ന പ്രധാനപ്പെട്ട ഫംഗസ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. മ്യൂക്കർ, റൈസോപ്പസ്, അതുപോലെ അൽബുഗോ, ഇവരൊക്കെ ഫൈക്കോമൈസീഡ്സിൽ വരുന്നവരാണ്. ദ ഫൈക്കോമൈസീഡ്സ് ആർ കോമൺലി കോൾഡ് ആൽഗൽ ഫഞ്ചി. നമ്മൾ ഫൈക്കോമൈസീഡ്സിനെ കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് ആൽഗൽ ഫഞ്ചെ എന്ന പേരിലാണ്. ഓക്കെ, ദ ഫൈക്കോമൈസീഡ്സ് ആർ ഫർദർ ഡിവൈഡഡ് ഇൻടു ഓമൈസീഡ്സ് ആൻഡ് സൈഗോമൈസീഡ്സ്. ഓക്കെ, ഫൈക്കോമൈസീഡ്സ് നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, ഓമൈസീഡ്സ് ആൻഡ് സൈഗോമൈസീഡ്സ്. നമുക്കറിയാം ഊമൈസീഡ്സ് എന്ന് പറയുമ്പോൾ അവിടുത്തെ സെക്ഷൽ റീപ്രൊഡക്ഷൻ പലപ്പോഴും ഊഗാമസ് ടൈപ്പ് ആയിരിക്കും. നിങ്ങൾക്കറിയാം എന്താണ് ഊഗാമസ് ടൈപ്പ് എന്ന്. അതുതന്നെ പലപ്പോഴും ഗമിറ്റാഞ്ചിയൽ കോണ്ടാക്റ്റ് ആയിരിക്കും. ഓക്കെ, ബട്ട് ഇൻ കേസ് ഓഫ് സൈഗോമൈസീഡ്സ്, സൈഗോമൈസീഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ സൈഗോസ്പോർ ഫോർമേഷൻ ആണ്. ഓക്കെ, സൈഗോസ്പോർ ഫോർമേഷൻ, അവിടുത്തെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സൈഗോസ്പോർ ഫോർമേഷൻ ആണ്. ദാറ്റ് വി ഹാവ് ഓൾറെഡി ബീൻ ഡിസ്കസ്ഡ്. പക്ഷെ ഇവിടെ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് ഗമിറ്റാഞ്ചിയൽ കോപ്പുലേഷൻ ആണ്. ഗമിറ്റാഞ്ചിയൽ കോപ്പുലേഷൻ. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഊമൈസീഡ്സിൽ വരുന്ന ചില മെമ്പേഴ്സ്, അതുപോലെ തന്നെ അവരുണ്ടാക്കുന്ന ചില പ്രധാനപ്പെട്ട രോഗങ്ങൾ, അതൊക്കെയാണ് ഞാൻ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഊമൈസീഡ്സിലെ ഒരു പ്രധാനപ്പെട്ട മെമ്പറാണ് അൽബുഗോ കാൻഡിയ എന്ന് പറയുന്നത്. ദിസ് പർട്ടിക്കുലർ ഓർഗാനിസം ക്യാൻ കോസ് ദ ഡിസീസ് ലൈക്ക് വൈറ്റ് റസ്റ്റ് ഓഫ് ക്രൂസിഫേഴ്സ്. വൈറ്റ് റസ്റ്റ് ഓഫ് ക്രൂസിഫേഴ്സ്. ക്രൂസിഫേഴ്സ് എന്ന വിഭാഗത്തിന് വൈറ്റ് റസ്റ്റ് എന്ന രോഗം ഉണ്ടാക്കുന്നവരാണ് അൽബുഗോ കാൻഡിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫൈറ്റോഫ്തോറ ഇൻഫെസ്റ്റൻസ്, ഇതൊരു മറ്റൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഊമൈസീഡ്സിന്റെ മറ്റൊരു എക്സാമ്പിൾ ആണ് ഫൈറ്റോഫ്തോറ ഇൻഫെസ്റ്റൻസ്. ഇറ്റ് മേ കോസസ് ദ ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടാറ്റോ. പൊട്ടാറ്റോയുടെ ലേറ്റ് ബ്ലൈറ്റ് എന്ന രോഗം ഉണ്ടാക്കുന്നവരാണ് ഫൈറ്റോഫ്തോറ ഇൻഫെസ്റ്റൻസ് എന്ന് പറയുന്നത്. The last one, it is called Pythium dibarianum. ഓക്കെ, ഒക്കെ പുതിയ പുതിയ പേരുകളാണ്. അത്യാവശ്യം കുറച്ച് അഡീഷണൽ കണ്ടന്റ് കൂടി നമുക്ക് ഈ ഒരു ടോപ്പിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. സംടൈംസ് ദ ക്വസ്റ്റ്യൻസ് മേ ബി ഫ്രം ദിസ് ഏരിയ. ഓക്കെ, അതുപോലെ തന്നെ പിത്തിയം ഡിബാരിയാനം എന്ന് പറയുന്ന ഈ ഒരു പ്രധാനപ്പെട്ട ഫംഗസ് ആണ് പലപ്പോഴും ഡാമ്പിംഗ് ഓഫ് എന്ന ഡിസീസ് ഉണ്ടാക്കുന്നത്. പലപ്പോഴും വെജിറ്റബിൾ ക്രോപ്സിനൊക്കെ ഉണ്ടാകുന്ന ഒരു ഫംഗൽ ഡിസീസ് ആണ് ഡാമ്പിംഗ് ഓഫ് ഡിസീസ്. ഓക്കെ, നമ്മളിതിൻ്റെ പേരുകൾ മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. യു ഡോണ്ട് വാണ്ട് ടു ലേൺ ഡീറ്റെയിൽഡ് ആസ്പെക്ട്സ്, അതിൻ്റെ പാത്തോളജി അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക സിംറ്റംസോ അതിൻ്റെ മോഡ് ഓഫ് ആക്ഷനോ ഒന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ബേസിക്കലി അതിൻ്റെ നെയിം ഓഫ് ദ ഫഞ്ചെ ആൻഡ് ഡിസീസ് അത് മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ സൈഗോമൈസിസിൽ വരുന്ന പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? റൈസോപ്പസ്, മ്യൂക്കർ, അതുപോലെ തേർഡ് വൺ ഈസ് കോൾഡ് പൈലോബോളസ്. ഓക്കെ, അതുപോലെ ഇവിടുത്തെ എസെക്ഷൽ റീപ്രൊഡക്ഷൻ പലപ്പോഴും നടക്കുന്നത് അപ്ലനോസ്പോസ് വഴിയാണ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഫൈക്കോമൈസിസ് എന്ന കാറ്റഗറി നമ്മൾ പറഞ്ഞതെങ്കിലും പലപ്പോഴും അതിൻ്റെ ഫർദർ കാറ്റഗറിയായ സൈഗോമൈസിസിൽ എസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് അപ്ലനോസ്പോറുകൾ വഴിയാണ്. സെക്കൻഡ് കാറ്റഗറി ഇസ് കോൾഡ് ആസ്കോമൈസീഡ്സ്. ഞാൻ പറയാൻ നിങ്ങൾക്ക് അറിയാം, ഇവരുടെ മറ്റൊരു പേര് സാക് ഫഞ്ചെ എന്നാണ്. സാക് ഫഞ്ചെ. ഓക്കെ, ഇവിടുത്തെ സെക്ഷൽ സ്പോറുകൾ എന്ന് പറഞ്ഞാൽ ആസ്കോസ്പോർ ആണെന്നും ആസ്കോസ്പോറുകൾ ഫോം ചെയ്യുന്നത് അവരുടെ ഫ്രൂട്ടിംഗ് ബോഡി അല്ലെങ്കിൽ ആസ്കോ കാർപ്പിലാണ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഡ്യൂറിംഗ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇറ്റ് മേ ലീഡ്സ് ദ ഫോർമേഷൻ ഓഫ് എ സ്പെഷ്യലൈസ്ഡ് ഫ്രൂട്ടിംഗ് ബോഡി കോൾഡ് ആസ്കോകാർപ്പ്.
നമ്മൾ ഓൾറെഡി ആസ്കോ കാർപ്പിന്റെ ഡയഗ്രാം ഒക്കെ വരച്ച് പഠിച്ചിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഇതുപോലൊരു ഡയഗ്രാം ഒക്കെ നമ്മൾ വരച്ച് പഠിച്ചിരുന്നു ആസ്കോ കാർപ്പിന്. ആസ്കോ കാർപ്പ് ഇറ്റ്സ് ആക്ച്വലി ഹാവിംഗ് സോ മെനി ആസ്കസ്. ഇതുപോലെ ഒരുപാട് ആസ്കസ് കാണുമെന്നും അല്ലെ, ഓരോ ആസ്കസിലും 4 മുതൽ 8 വരെ ആസ്കോ സ്പോറുകൾ ഫോം ചെയ്യും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി അതിന്റെ സെക്ഷൽ സ്പോറുകളാണ്. നമ്മൾ ഈ ടോപ്പിക്കിന്റെ ബിഗിനിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ പ്ലാസ്മോഗമിയും കാരിയോഗമിയും മിയോസിസും നടന്ന് ഫോം ചെയ്യുന്ന സ്പോറുകളാണ് ഇവിടുത്തെ ആസ്കോ സ്പോറുകൾ. കുട്ടികളെ, ഇത്തരത്തിലുണ്ടാകുന്ന ഫ്രൂട്ടിംഗ് ബോഡികൾക്ക് വിളിക്കുന്ന പേര് ആസ്കോ കാർപ്പ് എന്നാണ്. ഞാൻ നിങ്ങളുടെ ഫസ്റ്റ് സെഷനിൽ വരച്ച് പഠിപ്പിച്ചത് ഇതുപോലെയുള്ളൊരു കപ്പ് ഷേപ്ഡ് ആസ്കോ കാർപ്പാണ്. ഓക്കെ, ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആസ്കോ കാർപ്പ് ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, അതിന്റെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് ആസ്കോ കാർപ്പ് അല്ലെങ്കിൽ ആസ്കോമൈസിസിന്റെ ഫ്രൂട്ടിംഗ് ബോഡിയെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ പെരിതീസിയം, സെക്കൻഡ് വൺ അപ്പോതീഷിയം, തേർഡ് വൺ ക്ലീസ്റ്റോതീഷിയം. അതില് അപ്പോതീഷിയമാണ് ഞാൻ നിങ്ങളെ വരച്ച് പഠിപ്പിച്ചത്. ഓർക്കുന്നില്ലേ? കപ്പ് ഷേപ്ഡ് ആസ്കോ കാർപ്പ്. അതുപോലെ തന്നെ ചില ടൈപ്പ് ഫംഗസുകളുടെ ആസ്കോ കാർപ്പ് ഫ്ലാസ്ക് ഷേപ്ഡ് ആയിരിക്കും. ഓക്കെ, ഇതുപോലുള്ള ഫ്ലാസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ ആയിരിക്കും കാണുന്നത്. മനസ്സിലായോ? ഇതുപോലുള്ള ഒരു ഫ്ലാസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ ആയിരിക്കും. ഫ്ലാസ്ക് ഷേപ്ഡ് സ്ട്രക്ചറുള്ള ആസ്കോ കാർപ്പിനെ വിളിക്കുന്ന പേരാണ് പെരിതീഷിയം. നമ്മൾ പഠിച്ച കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ ആണെങ്കിൽ എന്താ വിളിക്കുക? അപ്പോതീഷിയം. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ, ഇൻ സം കേസസ് ഇറ്റ് മേ ബി എ ബോൾ ലൈക്ക് സ്ട്രക്ചർ. ഇറ്റ് ഈസ് കോൾഡ് ക്ലീസ്റ്റോതീഷിയം. എന്താ വിളിക്കുക? ക്ലീസ്റ്റോതീഷിയം എന്നാണ് വിളിക്കുന്നത്. ഈ ഗ്രൂപ്പിലുള്ള പ്രധാനപ്പെട്ട ഫംഗസുകൾ നിങ്ങൾക്കറിയാം. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ ഈസ് കോൾഡ് അസ്പെർജില്ലസ്. നിങ്ങൾക്കറിയാം അസ്പെർജില്ലസ്. അസ്പെർജില്ലസിന്റെ ചില സ്പീഷീസുകൾ പലപ്പോഴും ഹ്യൂമൻസിൽ അസ്പെർജില്ലോസിസ് എന്ന രോഗം ഉണ്ടാക്കും. അസ്പെർജില്ലോസിസ്. ഓക്കെ, അതുപോലെ തന്നെ അസ്പെർജില്ലസ് നൈഗർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ സിട്രിക് ആസിഡ് ഒബ്റ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗസ് ആണ് അസ്പെർജില്ലസ് നൈഗർ. ഓക്കെ, അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട മെമ്പർ ആണ് മോർഷെല്ല. മോർഷെല്ല നിങ്ങൾക്ക് അറിയാം, ഇറ്റ്സ് എ കോമൺലി കോൾഡ് മോറൽസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മോറൽസ് ആൻഡ് ട്രഫിൽസ് ആർ എഡിബിൾ. അപ്പൊ മോർഷെല്ല ഒരു എഡിബിൾ ഫംഗസ് ആണ്, ഭക്ഷ്യയോഗ്യമായ ഫംഗസ് ആണ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് ന്യൂറോസ്പോറ. നമ്മൾ പഠിച്ചതാണ്. ഇറ്റ്സ് ആക്ച്വലി യൂട്ടിലൈസിംഗ് ആസ് എൻ എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ ഫോർ ജനറ്റിക് ആസ് വെൽ ആസ് ദ ബയോകെമിക്കൽ സ്റ്റഡീസ്. നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ന്യൂറോസ്പോറയെ കോമൺലി അറിയപ്പെടുന്നത് ഡ്രോസോഫില ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നാണ്. പ്ലാന്റ് കിങ്ഡയിലെ ഡ്രോസോഫില്ല എന്നാണ് അറിയപ്പെടുന്നത്. കാരണം നിങ്ങൾക്കറിയാം, ആനിമൽ കിങ്ഡത്തിലുള്ള ഡ്രോസോഫില്ല എന്ന ഓർഗാനിസത്തിനെ നമ്മൾ പലതരത്തിലുള്ള ജനറ്റിക് റിസർച്ചുകൾക്കും എക്സ്പെരിമെന്റൽ മെറ്റീരിയലായി ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഡ്രോസോഫില്ല മെലനോഗ്യാസ്റ്റർ എന്ന്. ദർ ഹാവിംഗ് സോ മെനി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, സോ മെനി ഫീച്ചേഴ്സ് ആർ ദെയർ. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ ഡ്രോസോഫില്ലയെ ഒരു എക്സ്പെരിമെന്റൽ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെ പ്ലാന്റ് കിങ്ഡത്തിലെ ഡ്രോസോഫില്ല എന്നാണ് നമ്മൾ ന്യൂറോസ്പോറയെ അറിയപ്പെടുന്നത്. ആസ്കോമൈസിസിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ കുട്ടികളെ എറിസിഫെ. എന്താ വിളിക്കുക? എറിസിഫെ. ഈ എറിസിഫെ എന്ന ഫംഗസ് ആണ് പലപ്പോഴും പ്ലാന്റ്സിന് പൗഡറി മിൽഡ്യൂ എന്ന രോഗമുണ്ടാക്കുന്നത്. ഒരു ഫംഗൽ ഡിസീസ് ആണ് പൗഡറി മിൽഡ്യൂ. അത് പലപ്പോഴും ഉണ്ടാക്കുന്നത് ഈ എറിസിഫെ എന്ന ഫംഗസ് ആണ്. ഇത് ഉൾപ്പെടുന്നത് ഏത് വിഭാഗത്തിലാണ്? ആസ്കോമൈസിസിലാണ്. ക്യാൻ യു ഫോളോ മീ? ഓക്കെ, ഇത് കുറച്ച് അഡീഷണൽ കണ്ടന്റ് ആണ്. നമ്മൾ എൻട്രൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ച് അഡീഷണൽ കണ്ടന്റ് കൂടി പ്രിപ്പയർ ചെയ്യാൻ നല്ലതാണ്. സംടൈംസ് എ ക്വസ്റ്റ്യൻ മേ ബി ആസ്കിംഗ് ഫ്രം ദിസ് റീജിയൻ. ഓക്കെ, സോ എനിവേ ദ തേർഡ് വൺ ഈസ് കോൾഡ് ബസിഡിയോമൈസീറ്റ്സ്. ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം, ബസിഡിയോമൈസീറ്റ്സ് ആർ കോമൺലി കോൾഡ് ക്ലബ് ഫഞ്ചെ. എന്താ വിളിക്കുക? ക്ലബ് ഫഞ്ചെ എന്നാണ് വിളിക്കുന്നത് അല്ലെ. ബസിഡിയോമൈസീറ്റ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ഫംഗസുകൾ നിങ്ങൾക്ക് അറിയാം ഏതൊക്കെയാണെന്ന്. പലപ്പോഴും അഗാരിക്കസ്, നമ്മൾ എപ്പോഴും പറഞ്ഞ അഗാരിക്കസ് മഷ്റൂംസ് ഒക്കെ വരുന്ന ഒരു ഗ്രൂപ്പാണ് ഏതെന്ന് പറയുന്നത് ബസിഡിയോമൈസീറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ച അസ്റ്റിലാഗോ അല്ലെ, അവരൊക്കെ വരുന്ന ഗ്രൂപ്പാണ് ഈ ബസിഡിയോമൈസീറ്റ്സ്. ഞാനിവിടെ ഈ ബസിഡിയോമൈസീറ്റ്സിലെ ചില പ്രധാനപ്പെട്ട മെമ്പേഴ്സിനെ പരിചയപ്പെടുത്തുകയാണ്. നന്നായി കേട്ടിരിക്കുക. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് റസ്റ്റ് ഫഞ്ചൈ. ഓക്കെ, റസ്റ്റ് ഫഞ്ച് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ പെക്സീനിയ പോലെയുള്ള പാരസൈറ്റിക് ഫംഗസുകൾക്ക് കോമൺലി വിളിക്കുന്ന പേരാണ് റസ്റ്റ് ഫഞ്ചൈ. വിളിക്കാൻ കാരണമുണ്ട്. ഇവരാണ് ബ്ലാക്ക് റസ്റ്റ് ഉണ്ടാക്കുന്നത്. വീറ്റ് പ്ലാന്റില് ബ്ലാക്ക് റസ്റ്റ് എന്ന രോഗം ഉണ്ടാക്കുന്നവരാണ്
റസ്റ്റ് ഫംഗസുകൾ അല്ലെങ്കിൽ പക്സീനിയ ഗ്രാമിൻസ് ബെറ്റർ എക്സാമ്പിൾ. മറ്റൊരു വിഭാഗത്തിന് വിളിക്കുന്ന പേര് ബ്രാക്കറ്റ് ഫഞ്ചി എന്നാണ്. ബ്രാക്കറ്റ് ഫഞ്ചി അതൊരു ബെറ്റർ എക്സാമ്പിൾ ആണ് പോളിപോറസ്. എന്താ വിളിക്കുക? പോളിപോറസ്. ഇറ്റ്സ് കോമൺലി കോൾഡ് ബ്രാക്കറ്റ് ഫഞ്ചി. അതുപോലെ ചില ടൈപ്പ് ഫംഗസിന് വിളിക്കുന്ന പേര് പഫ് ബോൾസ്. പഫ് ബോൾസ് എന്ന് വിളിക്കുക. പഫ് ബോൾസ് ബെറ്റർ എക്സാമ്പിൾ ആണ് ക്ലാവേഷ്യ. ക്ലാവേഷ്യ ഒരു എക്സാമ്പിൾ ആണ്. ഇതെല്ലാം കോമൺ നെയിംസ് ആണ്, നമ്മൾ ഈ ഒരു ഗ്രൂപ്പിന് വിളിക്കുന്ന പേരാണ്. അതുപോലെ മഷ്റൂംസ്. മഷ്റൂംസ് നിങ്ങൾക്ക് അറിയാം, അഗാരിക്കസ് ബൈസ്പോറസ് എന്ന് പറയുന്ന മഷ്റൂമാണ് നമ്മൾ പലപ്പോഴും എന്തിനു വേണ്ടി ഉപയോഗിക്കുക? ഭക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്താ പറയുക പല ഡിഷസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള മഷ്റൂംസിനെ അല്ലെങ്കിൽ അഗാരിക്കസിന് നമ്മൾ കോമൺലി വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്. ഇറ്റ് ഇസ് കോൾഡ് ഗിൽ ഫഞ്ചെ. എന്താ വിളിക്കുക? ഗിൽ ഫഞ്ചെ. ഓക്കെ, നിങ്ങൾ കണ്ടില്ലേ അഗാരിക്കസിന്റെ ലോവർ സൈഡിൽ ഒരുപാട് ഗിൽസ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നവരെ ഗിൽ ഫഞ്ചെ എന്ന് വിളിക്കുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട മഷ്റൂമാണ് കുട്ടികളെ അമാൻറ്റ മസ്കേരിയ. ഇതിന്റെ പ്രത്യേകത അറിയുമോ? ഇറ്റ്സ് വൺ ഓഫ് ദി മോസ്റ്റ് പോയിസണസ് ഫഞ്ചെ. വൺ ഓഫ് ദ മോസ്റ്റ് പോയിസണസ് മഷ്റൂം. വളരെ പോയിസണസ് ആയിട്ടുള്ള മഷ്റൂമാണ് അമാനിറ്റ മസ്കേരിയ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സം ഗ്രൂപ്പ്സ് ആർ കളക്റ്റീവ്ലി കോൾഡ് സ്മട്ട് ഫഞ്ചെ. സ്മട്ട് ഫഞ്ചെ വിളിക്കാൻ കാരണമുണ്ട്. ഇവര് സ്മട്ട് ഡിസീസ് ഉണ്ടാക്കും. സ്മട്ട് ഡിസീസ് ഓഫ് മെയ്സ്. ബെറ്റർ എക്സാമ്പിൾ അസ്റ്റിലാഗോ മെയ്ഡിസ്. അസ്റ്റിലാഗോ മെയ്ഡിസ് എന്ന സ്പീഷീസ് ആണ് സ്മട്ട് ഡിസീസ് ഉണ്ടാക്കുന്നത്. പലപ്പോഴും മെയ്സ് പ്ലാന്റിൽ സ്മട്ട് ഡിസീസ് ഉണ്ടാക്കുന്നത്. അതുപോലെ മറ്റൊരു വിഭാഗത്തിന് വിളിക്കുന്ന പേരാണ് ബേർഡ്സ് നെസ്റ്റ് ഫഞ്ചെ. ഇതിന് ഇങ്ങനെ വിളിക്കുന്ന കാരണമുണ്ട്. ഇവരുടെ ഫ്രൂട്ടിംഗ് ബോഡി കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് ലുക്ക് ലൈക്ക് ദാറ്റ് ഓഫ് ദ നെസ്റ്റ് ഓഫ് ബേർഡ്സ്. ബേർഡ്സിന്റെ നെസ്റ്റ് പോലെ ഇരിക്കും ഇവരുടെ ഫ്രൂട്ടിംഗ് ബോഡി. അതുകൊണ്ട് വിളിക്കുന്ന പേരാണ് ബേർഡ്സ് നെസ്റ്റ് ഫഞ്ചെ. ബെറ്റർ എക്സാമ്പിൾ സയാത്തസ് ആൻഡ് നിഡുലേറിയ. രണ്ട് പുതിയ പേരുകളാണ്, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. സയാത്തസ് ആൻഡ് നിഡുലേറിയ. ഇത് രണ്ടും എന്താണ്? ബേർഡ്സ് നെസ്റ്റ് ഫഞ്ചെ ആണ്. ഞാൻ പറഞ്ഞു അവരുടെ ഫ്രൂട്ടിംഗ് ബോഡി കണ്ടാൽ എങ്ങനെ ഇരിക്കും? ബേർഡ്സ് നെസ്റ്റ് പോലെ ഇരിക്കും. ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ബേർഡ്സ് നെസ്റ്റ് ഫഞ്ചെ. ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. അവസാനത്തെ ഗ്രൂപ്പ് ആ കുട്ടികളെ ഡ്യൂട്ടറോമൈസീഡ്സ്. ഡ്യൂട്ടറോമൈസീഡ്സ് ആർ കോമൺലി കോൾഡ് ഇംപെർഫെക്റ്റ് ഫഞ്ചെ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താ റീസൺ? Why we can call it as imperfect fungi? Why? Because its asexual phase only had been identified so far. നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിരിക്കുന്നത് ഇവരുടെ എസെക്ഷൽ ഫേസ് മാത്രമാണ്. അവരുടെ സെക്ഷൽ ഫേസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ബെറ്റർ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും അല്ലെ? നമ്മൾ പഠിച്ച 3 എക്സാമ്പിൾസ് ഏതൊക്കെയായിരുന്നു? ഓൾട്ടർനേറിയ, കൊളിക്ടോട്രൈക്കം, ട്രൈക്കോഡെർമ. ഓർക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇവിടെ മറ്റൊരു എക്സാമ്പിൾസും അതുണ്ടാക്കുന്ന ചില രോഗങ്ങളുമാണ് ഞാൻ ഈ ഒരു അഡീഷണൽ സെഷനിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കേട്ടിരിക്കുക. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് പൈറിക്കുലേറിയ ഒറൈസ. പൈറിക്കുലേറിയ ഒറൈസ എന്ന് പറയുന്ന ഈ ഇമ്പോർട്ടൻറ്റ് സ്പീഷീസ് ഉണ്ടാക്കുന്ന രോഗമാണ് ബ്ലാസ്റ്റ് ഓഫ് റൈസ്. ഓക്കെ, റൈസ് ഉണ്ടാക്കുന്ന ബ്ലാസ്റ്റ് ഡിസീസ് ഉണ്ടാക്കുന്നത് ഈ പൈറിക്കുലേറിയ ഒറൈസ എന്ന ഫംഗസ് ആണ്. ഡ്യൂട്ടറോമൈസിസ് മെമ്പർ ആണ്. നെക്സ്റ്റ് വൺ ഓൾട്ടർനേറിയ സൊലാനി. It may causes early blight of potato. പൊട്ടറ്റോയ്ക്ക് ഉണ്ടാകുന്ന early blight disease ഉണ്ടാക്കുന്നത് ഓൾട്ടർനേറിയ സൊലാനി എന്ന് പറയുന്ന ഈ പ്രധാനപ്പെട്ട ഫംഗസ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗസ് ആണ് സെർക്കോസ്പോറ. ഇതിൽ ഓൾട്ടർനേറിയയും കൊളിക്ടോട്രൈക്കവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇൻസൈഡ് ബുക്കിലുണ്ട് അല്ലെ? ഓൾട്ടർനേറിയ ആൻഡ് കൊളിക്ടോട്രൈക്കം. ഇത് തേർഡ് വൺ സെർക്കോസ്പോറ പേഴ്സണേറ്റ. സെർക്കോസ്പോറ പേഴ്സണേറ്റ ഉണ്ടാക്കുന്ന രോഗമാണ് തിക്ക ഡിസീസ് ഓഫ് ഗ്രൗണ്ട്നട്ട്. ഗ്രൗണ്ട്നട്ടിന് ഉണ്ടാകുന്ന തിക്ക ഡിസീസ് എന്ന രോഗമാണ് ഇവരുണ്ടാക്കുന്നത്. ദെൻ കൊളിക്ടോട്രൈക്കം ഫെൽക്കേറ്റം. ഈ കൊളിക്ടോട്രൈക്കം എന്ന് പറയുന്ന ഫംഗസ് ആണ് പലപ്പോഴും റെഡ് റോട്ട് ഓഫ് ഷുഗർ കെയിൻ. നിങ്ങൾക്കറിയാം ഷുഗർ കെയിൻ്റെ സ്റ്റെമ്മൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ചുവന്ന കളറിലുള്ള സാപ്പ് ഇങ്ങനെ ഒലിച്ച് താഴേക്ക് വരും അല്ലെ? അതാണ് റെഡ് റോട്ട് ഓഫ് ഷുഗർ കെയിൻ എന്ന് പറയുന്നത്. സ്റ്റെമ്മ് പൂർണ്ണമായി നശിച്ചു പോകുന്ന രോഗമാണ്, ഒരു ഫംഗൽ രോഗമാണ്. ഈ രോഗം ഉണ്ടാക്കുന്നത് കൊളിക്ടോട്രൈക്കം ഫെൽക്കേറ്റം എന്ന് പറയുന്ന ഡ്യൂട്ടറോമൈസിസ് മെമ്പർ ആണ്. ആൻഡ് ലാസ്റ്റ് വൺ ഹെൽമിൻഡോസ്പോറിയം ഒറൈസൈ. ഇവരാണ് ആക്ച്വലി ലീഫ് സ്പോട്ട് ഉണ്ടാക്കുന്നത്. ലീഫ് സ്പോട്ട്സ് ഓഫ് റൈസ്. റൈസിന് ലീഫ് സ്പോട്ട് എന്ന രോഗം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു സെഷൻ ഞാൻ കൂടുതലായിട്ടും ചില ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ഫംഗസും
അതുപോലെ തന്നെ അവരുണ്ടാക്കുന്ന ചില രോഗങ്ങളും മാത്രമാണ് ഞാൻ അഡീഷണലായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് ഓൾ അതർ ആസ്പെക്ട്സ് ഓഫ് ദിസ് 4 ഗ്രൂപ്പ് ഓഫ് ഫംഗൈ ദാറ്റ് വി ഹാവ് ഓൾറെഡി ബീൻ ഡിസ്കസ്ഡ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നിങ്ങൾ കമ്പൈൻ ചെയ്ത് പഠിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഫംഗസിൽ നിന്ന് പഠിച്ചാൽ യു കൻ അറ്റൻഡ് എനി ക്വസ്റ്റ്യൻസ് കമ്മിങ് ഫ്രം ദിസ് ഏരിയ. ഓക്കെ സ്റ്റുഡൻസ്, സോ ഇത്രയുമൊക്കെയാണ് എനിക്ക് ഫംഗസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ടോപ്പിക്കിൻ്റെ അവസാന ഭാഗത്തെത്തിയിരിക്കുന്നു. നിങ്ങൾക്കറിയാം ഈ സെയിം ടോപ്പിക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ അഡീഷണൽ കണ്ടൻസ് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂയിൽ എടുക്കുന്ന ഒരു സെഷനാണിത്. ആസ് യു നോ, some type of organisms didn't included in Five Kingdom system of classification by R.H. Whittaker. നിങ്ങൾക്കറിയാം ഫൈവ് കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്രോബാക്ക് ആണ് ചില ഓർഗാനിസങ്ങളെ ഒരു കിങ്ഡത്തിലും ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗാനിസംസിൻ്റെ പേര് നിങ്ങൾക്കറിയാം: വൈറസസ്, വൈറോയിഡ്സ്, പ്രിയോൺസ് എക്സെട്ര. അതിൽ വൈറസുകളെ കുറിച്ചുള്ള ചില അഡീഷണൽ കണ്ടന്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വൈറസസ് നിങ്ങൾക്കറിയാം ഇനർട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സ് ആണ്, അല്ലേ? ഇറ്റ്സ് ആക്ച്വലി കമ്പോസ്ഡ് ഓഫ് ന്യൂക്ലിക് ആസിഡ് ആൻഡ് പ്രോട്ടീൻസ്, isn't it? So we can conclude that the viruses are actually nucleoprotein particles, അല്ലേ? അതായത് DNA അല്ലെങ്കിൽ RNA എന്ന ഒരു ജനറ്റിക് മെറ്റീരിയലും അതിനെ കവർ ചെയ്ത് കാണുന്ന പ്രോട്ടീൻ കോട്ടും ഉൾപ്പെടുന്നതാണ് ഒരു വൈറസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഐഡന്റിഫൈ ചെയ്ത വൈറസ് ടുബാക്കോ മൊസൈക് വൈറസ്. യു ആർ വെരി ഫെമിലിയർ. അപ്പോൾ ഇവരുടെ ജനറ്റിക് മെറ്റീരിയൽ, വൈറസുകളുടെ ജനറ്റിക് മെറ്റീരിയൽ ഒന്നുകിൽ DNA ആയിരിക്കും അല്ലെങ്കിൽ RNA ആയിരിക്കും. അതിനെ കവർ ചെയ്ത ഒരു പ്രോട്ടീൻ കോട്ട്, അല്ലേ? ഇത്തരത്തിലുള്ള പ്രോട്ടീൻ കോട്ട് നമ്മൾ വിളിക്കുന്ന പേര് ക്യാപ്സിഡ് എന്നാണ്. ക്യാപ്സിഡ്. And the individual units of capsid we can collectively called capsomeres. നമ്മൾ ടുബാക്കോ മൊസൈക് വൈറസ് എടുത്താൽ അവിടെ 2130 capsomeres are there. Okay, ടുബാക്കോ മൊസൈക് വൈറസിൽ 2130 capsomeres കാണപ്പെടും. ക്ലിയർ? അതുപോലെ തന്നെ വൈറസുകൾ എന്ന് പറയുന്നത് inert crystalline structures ആണ്. When they should enter into the living thing or living cell, they should take over the machinery എന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ. ബേസിക്കലി അവർ ലിവിങ് സെല്ലിലേക്ക് എത്തുന്നത് ഫോർ ഇറ്റ്സ് മൾട്ടിപ്ലിക്കേഷൻ, ഫോർ ഇറ്റ്സ് റീപ്രൊഡക്ഷൻ. പലപ്പോഴും ഇത്തരത്തിലുള്ള വൈറസുകളുടെ ഇൻഫെക്ഷൻ കൊണ്ട് ഹ്യൂമൻസ് ഉൾപ്പെടെയുള്ള ഓർഗാനിസങ്ങൾക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില രോഗങ്ങളാണ് പോളിയോമൈലിറ്റിസ്. നിങ്ങൾക്കറിയാം ഇതിൻ്റെ കോസിറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് പോളിയോ വൈറസ് ആണ്. നമുക്കുണ്ടാകുന്ന കോമൺ കോൾഡ്, ഓക്കെ, ജലദോഷം എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന കോമൺ കോൾഡ്, അതിന് കാരണക്കാരൻ റൈനോ വൈറസ് എന്ന വൈറസാണ്. ബേർഡ് ഫ്ലൂ നിങ്ങൾക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു രോഗമായിരുന്നു ബേർഡ് ഫ്ലൂ, അല്ലേ? പക്ഷിപ്പനി. ഇതിൻ്റെ പ്രധാനപ്പെട്ട വൈറസിൻ്റെ പേര് ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസ്. ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസ്. അതുപോലെ തന്നെ സ്വിൻ ഫ്ലൂ, നമ്മുടെ ലൈഫിൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുന്നേ കണ്ട ഒരു പ്രധാനപ്പെട്ട രോഗമാണ് സ്വിൻ ഫ്ലൂ. ഇറ്റ് മേ കോസസ് ദ വൈറസസ് H1N1 വൈറസസ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇവരുടെ ജനറ്റിക് മെറ്റീരിയൽ, വൈറസുകളുടെ ജനറ്റിക് മെറ്റീരിയൽ ഒന്നുകിൽ DNA ആയിരിക്കും അല്ലെങ്കിൽ RNA ആയിരിക്കും. ഈ DNA അല്ലെങ്കിൽ RNA തന്നെ ഒന്നുകിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിരിക്കും അല്ലെങ്കിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ചില വൈറസുകളെ ഞാനൊന്ന് ക്ലാസിഫൈ ചെയ്ത് കുറച്ച് എക്സാമ്പിൾസ് നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് ദ ഡബിൾ സ്റ്റാൻഡേർഡ് DNA വൈറസസ്. ചില വൈറസുകളുടെ ജനറ്റിക് മെറ്റീരിയൽ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. ഫോർ എക്സാമ്പിൾ T2 ആൻഡ് T4 ബാക്ടീരിയോഫേജ്. നമ്മൾ ആക്ച്വലി ബാക്ടീരിയോഫേജിന്റെ സ്ട്രക്ചർ ഒക്കെ പഠിച്ചിരുന്നു, അല്ലേ? This type of viruses that may cause infection on bacterial cell, isn't it? അല്ലെ? ബാക്ടീരിയങ്ങളുടെ സെല്ലുകളിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന വൈറസുകളാണ് ബാക്ടീരിയോഫേജ്. ഓർക്കുന്നില്ലേ? ഹെഡും അതുപോലെ ടെയിൽ ഫൈബേഴ്സും ഒക്കെയുള്ള ബാക്ടീരിയോഫേജ്. ആ കൂട്ടത്തിൽ പെടുന്ന T2 phage ആൻഡ് T4 phage എന്ന് പറയുന്ന ബാക്ടീരിയോഫേജുകൾ they are having double stranded DNA as the genetic material. അതുപോലെ തന്നെ പോക്സ് വൈറസസ്, ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്,
അഡിനോ വൈറസ് ഇതെല്ലാം എന്താണ്? ഡബിൾ സ്ട്രാൻഡഡ് DNA വൈറസുകളാണ്. Some type of viruses they have single stranded DNA as genetic material. For example, coliphage Psi174, അതുപോലെ coliphage M13, ഇത്തരത്തിലുള്ള ഫേജസിന്റെ ഒക്കെ ജനറ്റിക് മെറ്റീരിയൽ സിംഗിൾ സ്ട്രാൻഡഡ് DNA ആണ്. Then let me go to the double stranded RNA. For example, Rio virus, wound tumor virus, ഇത്തരം വൈറസുകളുടെയൊക്കെ ജനറ്റിക് മെറ്റീരിയൽ ഡബിൾ സ്ട്രാൻഡഡ് RNA ആണ്. Can you follow me? Then last one, single stranded RNA as the genetic material. Okay, നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇത്രയും വൈറസുകളെ ഉൾപ്പെടുത്തി അവരുടെ ജനറ്റിക് മെറ്റീരിയൽ എന്താണെന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് സ്ട്രക്ചർ ഒക്കെ പഠിച്ച ടുബാക്കോ മൊസൈക് വൈറസ്, they're having single stranded RNA as the genetic material. Okay, അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ വൈറസ്, പോളിയോ വൈറസ്, റിട്രോ വൈറസുകൾ, അതായത് ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് HIV ഉൾപ്പെടെയുള്ള റിട്രോ വൈറസുകൾ, അതുപോലെ തന്നെ റാബീസ് വൈറസ്, ഇവരെല്ലാം സിംഗിൾ സ്ട്രാൻഡഡ് RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള വൈറസുകളാണ്. അപ്പൊ ഇത്രയുമൊക്കെയാണ് എനിക്ക് വൈറസിന്റെ കുറച്ച് അഡീഷണൽ കണ്ടന്റ്സ് പറയാനുള്ളത്. അതുപോലെ വൈറസ് കൂടാതെ തന്നെ മറ്റു ചില പാർട്ടിക്കിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വൈറോയിഡ്സ്, തിയോഡൈനർ ഐഡന്റിഫൈ ചെയ്ത വൈറോയിഡ്സ്, just as the genetic material, no protein coat at all. പഠിച്ചില്ലേ? പ്രോട്ടീൻ കോട്ട് ഇല്ലാത്ത വെറും ജനറ്റിക് മെറ്റീരിയൽ മാത്രമുള്ള ഇൻഫെക്ഷ്യസ് ഏജൻസ് ആണ് വൈറോയിഡ്സ്. അവരുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട രോഗം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് അല്ലെ? പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് ആണ് ഇവർ പലപ്പോഴും പ്ലാന്റ്സിന് ഉണ്ടാക്കുന്ന ഒരു രോഗമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബഞ്ചി ടോപ്പ് ഓഫ് ടൊമാറ്റോ, അതും പലപ്പോഴും ഈ വൈറോയിഡ്സ് ഉണ്ടാക്കുന്ന മറ്റൊരു രോഗമാണ്. പ്രിയോൺസ് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? ഇൻഫെക്ഷ്യസ് പാർട്ടിക്കിൾസ് ആണ്. അവിടെ ജനറ്റിക് മെറ്റീരിയൽ കാണില്ല, പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? പ്രോട്ടീൻസ് മാത്രമേ ഉള്ളൂ അല്ലെ? പ്രോട്ടീനേഷ്യസ് ഇൻഫെക്ഷ്യസ് ഏജൻസ് ആണ്. അവരുണ്ടാക്കുന്ന പലതരത്തിലുള്ള രോഗങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ലൈക്കൻസ് എന്നാണ്. ലൈക്കൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ ലൈക്കൻസ് എന്നല്ലേ? It is the symbiotic association between algae and fungi. ആൽഗകളും ഫംഗസുകളും തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷൻ ആണ് ലിച്ചൻസ് എന്ന് പറയുന്നത്. അതിലെ ആൽഗൽ കമ്പണന്റിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫൈക്കോബയോണ്ട് എന്നാണ്. ഫൈക്കോബയോൺസ് അല്ലെ? ഫംഗൽ കമ്പണന്റിനെ വിളിക്കുന്ന പേര് മൈക്കോബയോണ്ട് എന്നാണ്. രണ്ടുപേർക്കും രണ്ട് കമ്പണൻസിനും ഈക്വൽ ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള അസോസിയേഷൻസ് ഒക്കെ തന്നെ സിംബയോട്ടിക് അസോസിയേഷൻസ് ആണ്. ഓക്കെ, when you consider the lichens, you know, it's a very good indicator of pollution. അതുപോലെ തന്നെ this is the only one pioneer organism which are able to grow on bare rock. നിങ്ങൾ +2 സക്സഷൻ എന്ന ടോപ്പിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? പ്രത്യേകിച്ചും സിറാക്ക് സക്സഷൻ, അത്തരത്തിലുള്ള സക്സഷൻസിലൊക്കെ തന്നെ പലപ്പോഴും ഒരു ബെയർ റോക്കിൽ വളരാൻ സാധ്യതയുള്ള ശേഷിയുള്ള ഓർഗാനിസംസ് ആര് മാത്രമാണ്? ലെച്ചൻസ് മാത്രമാണ്. ഓക്കെ, then the famous scientist named Hugh in 1899 classified lichens into 5 different categories. Hugh എന്ന സയന്റിസ്റ്റ് ലൈക്കൻസിനെ 5 പ്രധാനപ്പെട്ട ഗ്രൂപ്പായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നോക്കൂ ഏതൊക്കെയാണെന്ന്. Let us discuss about the classification of lichens, crustose lichens, then foliose lichens, fruticose lichens, leprose lichens and filamentous lichens. എന്താണ് crustose lichens എന്ന് പറഞ്ഞാൽ? They're actually crust-like appearance. That means attached on the substratum. ഓക്കെ, പാറപ്പുറത്തൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചു വളരും, അതാണ് ക്രസ്റ്റോസ് ലൈക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ബെറ്റർ എക്സാമ്പിൾ ഗ്രാഫിസ് ആൻഡ് ലെക്കനോറ. ഗ്രാഫിസ്, ലെക്കനോറ ഇവരൊക്കെ ക്രസ്റ്റോസ് ലൈക്കൻസ് ആണ്. ലെറ്റ് മീ ഡിസ്കസ് അബൌട്ട് ഫോളിയോസ് ലൈക്കൻസ്. എന്താണ് ഫോളിയോസ് ലൈക്കൻസ് പ്രത്യേകത? അവര് നല്ല ഫ്ലാറ്റ് ലീഫ് ലൈക്ക് സ്ട്രക്ചർ ഉള്ളവരായിരിക്കും. ബെറ്റർ എക്സാമ്പിൾ പേര് കേൾക്കുമ്പോഴേ അറിയാം, ഫോളിയോസ് ലൈക്കൻസ് മീൻസ് ലീഫ് ലൈക്ക്. ബെറ്റർ എക്സാമ്പിൾ പാമീലിയ. പാമീലിയ ഒരു ഫോളിയോസ് ലിച്ചൻ ആണ്.
Okay, students. Then third one is called fruticose lichens. Fruticose എന്ന് പറയുമ്പോൾ highly branched or much branched ആയിരിക്കും. Okay, so better examples, Asnia and Cladonia. Asniയയും Cladonium ഒക്കെ എന്താണ്? Fruticose lichens ആണ്. Fourth one, leprous lichens, they actually look like minute scales. Scales like appearance ആയിരിക്കും അവർക്കുള്ളത്. Okay, അപ്പോൾ ഇത്തരത്തിലുള്ള ലൈക്കൻസിന് ബെറ്റർ എക്സാമ്പിൾ ആണ് leprous lichensന് ബെറ്റർ എക്സാമ്പിൾ ആണ് Lepraria. Lepraria, it's actually a better example for leprous lichens. And last one, filamentous lichens. Filamentous lichens means you are very familiar. Fungal hyphae actually covered with the algae, filamentous algae. Okay, fungal hyphae cover ചെയ്ത് filamentous algae കാണപ്പെടുമ്പോഴാണ് അത് നമുക്ക് filamentous lichens ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇത്തരം lichensന്റെ ഏറ്റവും ബെറ്റർ എക്സാമ്പിൾ ആണ് Recodium. Recodium is a type of filamentous lichens. കുട്ടികളെ ഇത്രയുമാണ് different types of lichens. Okay, so the topic of biological classification is over. We will meet next session with another topic. Till then, goodbye.